ഹായ് ഹലോ. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് 2 ദിവസത്തെ വാസത്തിന് ശേഷം തിരിച്ചു പോകുന്നതിൻ്റെ വീഡിയോസും അതേപോലെ അനിയത്തിൻ്റെ മോളെ ബർത്ത്ഡേക്ക് സർപ്രൈസായി പോകുന്ന അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഷൂ ദോശയാണ് കേട്ടോ. അങ്ങനെ അതിങ്ങനെ ഉമ്മ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ചുട്ടെടുത്തതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നുണ്ടോ. തലേന്നത്തെ ബിരിയാണിത്തെ മസാലയും കൂട്ടിയിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കൂട്ടി കഴിക്കാൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കറി വെക്കാൻ ഒരുങ്ങാണ്. വെണ്ടയ്ക്കയും തക്കാളിയായിരുന്നു. പിന്നെ തൊടി കൂട്ടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചേമ്പിൻ്റെ താളും അതേപോലെ കപ്പയിട്ട് വെക്കുന്നത്. അങ്ങനെ അത് ഞാൻ പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ, കത്തി കൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം റിസ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ടൈം എടുക്കും കേട്ടോ അത് ഓരോന്നായിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് ഒക്കെ ആയി വരാൻ. അങ്ങനെ അതിനിടയിൽ റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴിച്ചു. കാരണം കുറേ ടൈമായിരുന്നു ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ അത് വേവുന്നായിരുന്നു. പിന്നെ ഇന്ന് അനിയത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനാണ് കേട്ടോ നിലം തുടക്കാനുള്ളത്. അങ്ങനെ ആ തൊടി കൂട്ടാൻ റെഡിയായി. അപ്പോൾ അത് കഴിച്ച് അതിനുശേഷം ഞങ്ങൾ പോകാനും വേണ്ടി റെഡിയായി. കാരണം അനിയത്തിൻ്റെ മോളെ ബർത്ത്ഡേ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും ഇഷ്മോളും സർപ്രൈസായിട്ട്. അനിയത്തിക്കൊന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. കാരണം തലേ ദിവസമെല്ലാം അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്മോൾ തലേന്നൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാരണം അങ്ങോട്ട് പോകണില്ലല്ലോ, അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അല്ലേ. അങ്ങനെ ഇത് പോവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമുള്ളൊരു സന്തോഷപ്രകടനമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവളെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അനിയനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാക്കി തരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വഴിയിൽ നിന്ന് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. അവൾക്ക് 5 വയസ്സാണ്. അതുകൊണ്ട് തന്നെ 5 ഗിഫ്റ്റ്സ് വാങ്ങാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വാങ്ങിക്കാം. കുട്ടികളല്ല, അവർക്ക് ഗിഫ്റ്റ് കിട്ടുക അത്രയല്ലേ ഉള്ളൂ. അതിലെന്ത് പ്രൈസ് എത്ര ആയി അങ്ങനെയൊന്നുമില്ല. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ. അങ്ങനെ അവൾ വീട്ടിലെത്തി. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ അന്താളിച്ച് നിൽക്കണത്. ഇപ്പോൾ ആരാ അപ്പോൾ അത് തലേ ദിവസം അത്രയും വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് അയച്ച് അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ. ഫുഡ് അയച്ചതിന് ശേഷം പിന്നെ അവർ ഗിഫ്റ്റ്സൊക്കെ അങ്ങനെ അൺബോക്സ് ചെയ്യണം. അപ്പോൾ അവൾ തന്നെയാണ് കേട്ടോ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ അവൾ ഓരോന്നായിട്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്യണം. അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അതിൽ ഓരോരുത്തരും എന്താ കൊണ്ടുവന്നിട്ടുള്ളത്, അതിന് ഇത്ര പ്രൈസായി അതൊന്നും അവർക്കറിയില്ലല്ലോ. അവർക്ക് ഗിഫ്റ്റ് കിട്ടുക അത്രയല്ലേ ഉള്ളൂ. അതിൽ എത്ര വില ആയോ എത്ര വില അങ്ങനെയൊന്നും അവർ നോക്കില്ല. അവർക്കൊരു ചെറിയൊരു ഒരു പേന ഒരു പെൻസിൽ കിട്ടിയാലും അവരതിൽ സാറ്റിസ്ഫൈഡാണ്. കാരണം അതിലവർ സന്തോഷം കണ്ടെത്തും. അതാണ് കുഞ്ഞു മനസ്സെന്ന് പറയുന്നത്. അങ്ങനെ അവൾ ഓരോന്നായിട്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്യണ. ചുറ്റിലും ആളൊക്കെ നിന്ന് കണ്ടാണ് കേട്ടോ നോക്കുന്നത്. എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അതിനുശേഷം കിട്ടിയ ഗിഫ്റ്റുമായിട്ട് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഓരോന്ന് ചെയ്യുക, ക്ലേ കൊണ്ടോ അങ്ങനെ കണ്ടൊക്കെയാണ് കേട്ടോ കളിക്കുന്നത്. അങ്ങനെ ഫൈനലി അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ്സാണ് കേട്ടോ ഇതൊക്കെ. ബാഗ്, പൗച്ച്, ഡ്രസ്സ്, പിന്നെ എയർബോ, എയർ അക്സസറീസ്, അതേപോലെ പെൻസിൽ, പേന അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. കളേഴ്സ് അങ്ങനെ അവൾ അതിൽ ഭയങ്കര സന്തോഷം. ഓരോ ഐറ്റംസും എടുത്തുകൊണ്ട് അവൾക്ക് അപ്പം തന്നെ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒക്കെ ആകെ അങ്ങോട്ട് വൃത്തികേടാക്കണ്ട, അത് ഓരോന്നായിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞു. ഇഷ്മോൾക്ക് അവളെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അവൾക്ക് ഇഷ്മോളെ അങ്ങനെ തന്നെ കേട്ടോ. തിരിച്ചും അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണ്. അങ്ങനെ ഇതൊക്കെ അവളെ വീട്ടിൽ അവളെ ഉമ്മ വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. അപ്പോൾ ഉമ്മാൻ്റെ അധ്വാനമാണ് ഇതൊക്കെ. അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ഇതൊക്കെ അവളമ്മ വിത്ത് ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അടീനിയാണ്. അതേപോലെ ഇത് സ്ട്രോബെറിൻ്റെ ഇത്.
അങ്ങനെ അതിന് ശേഷം അവിടെ നിന്ന് അവർ വാങ്ങിച്ചു കൊടുന്ന സിപ്പപ്പൊക്കെ കഴിച്ച് ഞങ്ങൾ പാടൊക്കെ ഒന്ന് കാണാൻ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇവൾക്ക് പൊതുവെ വീഡിയോയിൽ വരാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും അവൾ. അങ്ങനെ ഇത് അവൾക്ക് വേണ്ട പറഞ്ഞിട്ട് തരികയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചു, പക്ഷേ എനിക്ക് തന്നില്ല കേട്ടോ. അവളെ ചങ്കിനാണ് അവൾ കൊടുക്കുള്ളൂ എന്ന്. അങ്ങനെ അവളെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വീടുണ്ട്, അങ്ങോട്ട് ഇങ്ങനെ പോവാണ്. അതിലൂടെയാണ് കേട്ടോ പാടത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ പാടം ഇതൊക്കെ ഒന്ന് കാണാൻ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഈവനിങ്ങിൽ ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ബസ് പോകുന്ന ടൈമൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരും വേണം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ഈ തോടിൽ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ആണ് എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടോ. അത് എന്തിനാണ് ഞാൻ അവളോട് ചോദിച്ചോട്ടോ, എന്തിനാണ് ഇപ്പോൾ അവർ ഒരു ഭാഗം മാത്രം, അതായത് നിലം കോൺക്രീറ്റ് ആണ്, ഈ ഭാഗമൊക്കെ കോൺക്രീറ്റ് ഇട്ടേക്കാന്ന്. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, എന്തിനാണ് എന്നുള്ളതും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ ഇത് കണ്ട് ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സിപ്പപ്പൊക്കെ വാങ്ങിച്ച് പിന്നെ ബസ് വന്നു. ഞങ്ങൾ തൃപ്പഞ്ചി വന്നിറങ്ങിയതിന് ശേഷം ഹസ്ബൻഡിന് വെയിറ്റ് ചെയ്യണത് കണ്ടോ. ഇഷ്മോൾ ഭയങ്കര എന്താ പറയുക സങ്കടത്തിലാണ്. കാരണം അവളെ വിട്ട് പോന്നിട്ടുള്ള സങ്കടവും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഹസ്ബൻഡ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ അത് കഴിക്കാനും വേണ്ടി ഇങ്ങനെ പോയ ടൈമിലാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഒരു ഉത്സവത്തിന് എഴുന്നള്ളി പോകുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ കണ്ട്, കാരണം ബൈക്കുമ്മലാണ് പോകുന്നത്, അപ്പോൾ കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ വയ്യ. പിന്നെ അവിടെ കണ്ടൊരു തട്ടുകടയിൽ കയറി നെയ്ച്ചോറും ചിക്കൻ പീസും കഴിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റൊന്നുമില്ല, എന്നാൽ വയറിലെ വിശപ്പ് മാറാനുള്ള ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചിട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഹസ്ബൻഡ് മസാല കടലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ലേശം എടുത്ത് കഴിച്ചിട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ